ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. The flexible budget is a budget or financial plan of estimated cost and revenue for different levels of output. അപ്പം ഔട്ട്പുട്ടിൽ വരുന്ന ഡിഫറൻസിനനുസരിച്ചിട്ട് നമ്മുടെ കോസ്റ്റിലും അതുപോലെ തന്നെ റവന്യൂവിലും വരുന്ന വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ പ്ലാൻ അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റാണ്. അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റും അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. The variation happens due to change in the volume or level of activity. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോളിയൂംസിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ കപ്പാസിറ്റിയിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് ആയിരിക്കും ഈ വേരിയേഷൻ സംഭവിക്കുന്നുണ്ടാവുക. അടുത്ത നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പം കപ്പാസിറ്റി നമുക്ക് പെർസെൻറ്റേജിലായിരിക്കും തരുന്നത്, ചിലപ്പോൾ യൂണിറ്റ്സിലായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പം ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കപ്പാസിറ്റിയിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവും, വേരിയൻസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ കോസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് ഒരു കപ്പാസിറ്റി തന്നിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ് ആയിരിക്കും തരുന്നുണ്ടാവുക. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ബേസ് വെച്ചിട്ടായിരിക്കണം ബാക്കി കപ്പാസിറ്റീസിൻ്റെയൊക്കെ എക്സ്പെൻസസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പെർസെൻറ്റേജ് കപ്പാസിറ്റി വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ അറ്റ് 50% കപ്പാസിറ്റി ഈസ് ഗിവൺ. ഇത് ബേസ് എന്ന് പറയുന്നത് 50% ആണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അറ്റ് 60% ആൻഡ് 70% പ്ലാൻ കപ്പാസിറ്റി. അപ്പം നമ്മുടെ ബേസ് ആയിട്ടുള്ള ഈ 50%ന്റെ ഇൻഫോർമേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നതെല്ലാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇത് ബേസ് ആയിട്ട് എടുത്തിട്ട് 60%ൻ്റെയും 70%ൻ്റെയും നമ്മൾ എക്സ്പെൻസസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, വേരിയബിൾ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്, സെമി വേരിയബിൾ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. സെമി വേരിയബിൾ എക്സ്പെൻസസിൻ്റെ പ്രത്യേകത എന്താ, അത് പാർഷ്യലി ഫിക്സ്ഡ് ആയിരിക്കും, അതുപോലെ പാർഷ്യലി വേരിയബിളും ആയിരിക്കും. പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത് സെമി വേരിയബിൾ എക്സ്പെൻസസ് വിൽ നോട്ട് ചേഞ്ച് ബിറ്റ്വീൻ 45% ആൻഡ് 60% കപ്പാസിറ്റി. അപ്പം 45%-നും 60%-നും ഇടയിൽ വരുന്ന കപ്പാസിറ്റിയിൽ ഈ ഒരു സെമി വേരിയബിൾ എക്സ്പെൻസസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതായത് 50% വരുന്നത് 45-നും 60-നും ഇടയ്ക്കല്ല, അതുപോലെ 60% വരുന്നത് 45-നും 60-നും ഇടയ്ക്കാണ്. അപ്പം 45-നും 60-നും ഇടയിലാണ് നമ്മുടെ പ്ലാൻ കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ ഈ ഒരു സെമി വേരിയബിൾ എക്സ്പെൻസസ് സെയിം ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, വിൽ റൈസ് ബൈ 10% ബിറ്റ്വീൻ 60% ആൻഡ് 75%. നമുക്ക് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് 70% പ്ലാൻ കപ്പാസിറ്റി ആണ്. അപ്പം അത് ചെയ്യുമ്പം സെമി വേരിയബിൾ എക്സ്പെൻസസിൽ ഒരു 10% ഇൻക്രീസ് ഉണ്ടായിരിക്കും. അപ്പം ആദ്യം ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് നമുക്ക് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് എന്താ, ഏറ്റവും കുറവായിട്ട് വരുന്ന പെർസെൻറ്റേജ് ഏതാണോ അതായിരിക്കണം ആദ്യം എഴുതേണ്ടത്. കുറവിൽ നിന്ന് കൂടി വരണം. ഇപ്പം യൂണിറ്റ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഏതാണോ കുറവ്, നമുക്ക് ബേസ് ഏതാ തന്നിരിക്കുന്ന അത് ആദ്യം എഴുതരുത് ഒരിക്കലും. ഏതാണോ കുറവ് കപ്പാസിറ്റി വരുന്നത് അത് ആദ്യം എഴുതുക, അടുത്തത് എഴുതുക, ഏറ്റവും വലുത് ലാസ്റ്റ് എഴുതുക. ഓക്കെ, നിങ്ങൾ യൂണിറ്റ്സ് ഇട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ 50%ൻ്റെ ഓരോ ഇൻഫോർമേഷൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഓരോ എക്സ്പെൻസസും നമുക്ക് എടുത്തെഴുതാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഫിക്സഡ് എക്സ്പെൻസസ് ആണ്. ഫിക്സഡ് എക്സ്പെൻസസ് ഏതൊക്കെയാണ് വരുന്നത്, സാലറീസ്, റെൻറ്റ്സ് ആൻഡ് റേറ്റ്സ്, ഡിപ്രീസിയേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വന്നതുകൊണ്ട് മാത്രമെന്നല്ല, ഏതൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളത് ഫിക്സഡ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പം നമുക്കതിൻ്റെ എമൗണ്ട് നേരെ എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിക്സഡ് എക്സ്പെൻസസ് പ്ലാൻ കപ്പാസിറ്റിയിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഫിക്സഡ് എക്സ്പെൻസസ് എപ്പോഴും ഫിക്സഡ് അല്ലേ. ഇപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ ഇത്ര യൂണിറ്റ്സ് വ്യത്യാസം വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്തു അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫിക്സഡ് എക്സ്പെൻസസ് ഓൾവേസ് റിമൈൻസ് ദ സെയിം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പം 60%-ലാണെങ്കിലും ശരി, 70% ആണെങ്കിലും ശരി, 90% ആണെങ്കിലും ശരി, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫിക്സഡ് എക്സ്പെൻസസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സഡ് അല്ലേ,
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫിക്സ്ഡ് എക്സ്പെൻസസ് 60%-ലും 70%-ലും അതേ എമൗണ്ട്, സെയിം എമൗണ്ട് തന്നെ എഴുതാം. ഇനി വേരിയബിൾ എക്സ്പെൻസസ്, മെറ്റീരിയൽ, ലേബർ, അതേഴ്സ്. മെറ്റീരിയൽ വരുന്നത് 2 lakh rupees ആണ്. ലേബർ 2,50,000, അതേഴ്സ് 40,000. ഓക്കെ, അപ്പം ചേഞ്ച് ആവുന്ന എക്സ്പെൻസസ് ഏതാണ്? വേരിയബിൾ എക്സ്പെൻസസ് അല്ലേ. അപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നു, പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് അതിൻ്റെ പ്രപ്പോർഷനിലായിട്ട് തന്നെ എക്സ്പെൻസസിലും ഒരു ചേഞ്ച് സംഭവിക്കും. അപ്പം ഇത് 50%-ന്റെ എക്സ്പെൻസസ് ആണെങ്കിൽ നമ്മൾ 60%-ന്റെ എക്സ്പെൻസസ് കണ്ടുപിടിക്കണം. ഇപ്പം മെറ്റീരിയൽ വരുന്നത് 2 lakh rupees ആണ്. അത് 50%-ന്റെ കേസാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 2 ലക്ഷത്തിനെ 50 കൊണ്ട് ഹരിക്കാം. 4,000 രൂപ കിട്ടി. ഓക്കെ, ഇനി ഇത് 60%-ന്റെ കേസ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് മെറ്റീരിയലിന്റെ എക്സ്പെൻസസ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിനെ 60 കൊണ്ട് ഗുണിക്കുക. 2,40,000 രൂപ. അതുപോലെ തന്നെ 70% കാണാനായിട്ട് എന്ത് ചെയ്യണം, 2 ലക്ഷത്തിന് നമുക്ക് 50 കൊണ്ട് ഹരിച്ചപ്പം 4,000 രൂപ കിട്ടി. ഇൻറ്റു 70, 2,80,000. ഇപ്പോൾ ഓരോ വേരിയബിൾ എക്സ്പെൻസസ് നമ്മളിങ്ങനെ ചെയ്യുമ്പം ബേസ് ആയിട്ട് എത്രയാണോ തന്നിരിക്കുന്നത് അതുകൊണ്ട് ഹരിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട കപ്പാസിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പം ലേബറിന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,50,000 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 60. അതേഴ്സ് ആണെങ്കിൽ 40,000 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 60. 70 ആണെങ്കിലോ 70%-ന്റെ കാണാനായിട്ട് 2,50,000 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 70. അപ്പം നിങ്ങൾ പെർസെൻറ്റേജ് ആണ് ഹരിക്കുന്നതും ഗുണിക്കുന്നതെന്നുണ്ടെങ്കിലും സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. കണ്ടില്ലേ? അപ്പം നമ്മൾ പെർസെൻറ്റേജ് അവോയ്ഡ് ചെയ്താലും ഇട്ടാലും അത് വെട്ടിപ്പോകുന്നതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലേബറിൻ്റെയും അതേഴ്സിൻ്റെയും കണ്ടുപിടിക്കാം. ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്? സെമി വേരിയബിൾ എക്സ്പെൻസസ് വിൽ നോട്ട് ചേഞ്ച് ബിറ്റ്വീൻ 45% ആൻഡ് 60% കപ്പാസിറ്റി. അപ്പോൾ 60%-ലും 50%-ലും സെയിം സെമി വേരിയബിൾ എക്സ്പെൻസസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ റിപ്പയർസ് 1 lakh, അത് തന്നെയാണ് 60%-ലും വരുന്നത്. ഇൻഡയറക്റ്റ് ലേബർ 1,50,000, അതേഴ്സ് 90,000, 60%-ലും 90,000. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? വിൽ റൈസ് ബൈ 10% ബിറ്റ്വീൻ 60% ആൻഡ് 75% കപ്പാസിറ്റി. അപ്പം നമ്മൾ 70% കാണുമ്പം അതിൽ ഒരു 10% ഇൻക്രീസ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക, അപ്പോൾ റിപ്പയർസിൻ്റെ കേസ് എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ 1 lakhന്റെ കൂടെ ഒരു 10% ഇൻക്രീസ് ആവും. അപ്പം നമുക്ക് 1,10,000 ആണ് റിപ്പയർസ് വരുന്നത്. ഇനി ഇൻഡയറക്റ്റ് ലേബർ ആണെങ്കിലോ 1,50,000-ന്റെ കൂടെ ഒരു 10% ഇൻക്രീസ് ആവും, 1,65,000. അതേഴ്സ് ആണെങ്കിൽ 99,000. നമ്മൾ എല്ലാത്തിൻ്റെയും ഫിക്സ്ഡ് എക്സ്പെൻസസും വേരിയബിളും സെമി വേരിയബിളും കണ്ടുപിടിച്ചു. ഇനി ഓരോ കപ്പാസിറ്റിയുടെയും ടോട്ടൽ കോസ്റ്റ് എത്ര വരുന്നതെന്ന് നോക്കാം. അതിനെന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ ടോട്ടൽ എടുത്ത് ഇവിടെ എഴുതാം. അങ്ങനെ ഓരോ കപ്പാസിറ്റിയുടെയും കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് 50%-ന്റെ ടോട്ടൽ കോസ്റ്റ് 10,50,000-ഉം 60%-ൻ്റെത് 11,48,000-ഉം അതുപോലെ തന്നെ 70% കപ്പാസിറ്റിയുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 12,80,000 റുപ്പീസുമാണ്. അടുത്ത് നമുക്ക് യൂണിറ്റ്സ് ആണ് പ്ലാൻ കപ്പാസിറ്റി ആയിട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഡേറ്റ പ്രിപ്പയർ എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് 40,000 യൂണിറ്റ്സ്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം 40,000 യൂണിറ്റ്സിൻ്റെ ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്.
of product X distinctly showing variable and fixed cost as well as total cost. അപ്പോൾ ഓരോ കോസ്റ്റും എടുത്ത് തന്നെ നമ്മൾ കാണിക്കണമെന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബഡ്ജറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 lakh യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് 50% കപ്പാസിറ്റിയാണ് ബേസ് ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 1 lakh യൂണിറ്റ്സിൻ്റെ കപ്പാസിറ്റിയാണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പെർ യൂണിറ്റിന് ഒരു പ്രത്യേകം കോളം കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് വേരിയബിൾ എക്സ്പെൻസസ്, മാനുഫാക്ചറിങ്, വേരിയബിൾ ഓവർഹെഡ്. അടുത്തത് വരുന്നത് രണ്ടും ഫിക്സഡ് ആണ്. അപ്പോൾ ഈ ഒരു 4 ഐറ്റംസും നമുക്ക് വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി എന്താ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഫിക്സഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2 ഐറ്റവും നമുക്ക് ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ ഹെഡിനകത്ത് എഴുതാം. ഇനി സെല്ലിംഗ് ഓവർഹെഡും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും. ഈ 2 ഐറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബ്രാക്കറ്റിൽ ഇത്ര ശതമാനം ഫിക്സഡ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 10 രൂപയുടെ 10% 1 രൂപയായിരിക്കും ഫിക്സഡ്. 10 രൂപയുടെ 10% എത്ര കിട്ടുന്നത്? 1 അല്ലേ? ആ 1 രൂപയായിരിക്കും ഫിക്സഡ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്, പെർ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ബാക്കി 9 രൂപ അവിടെ വേരിയബിൾ എക്സ്പെൻസസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു സെല്ലിംഗ് ഓവർഹെഡ് 10 രൂപയിൽ പാർഷ്യൽ ഫിക്സഡും പാർഷ്യൽ വേരിയബിൾ എക്സ്പെൻസസും വരുന്നുണ്ടല്ലേ? അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് സെമി വേരിയബിൾ എക്സ്പെൻസസ് എന്ന് വേണം വിളിക്കാനായിട്ട്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപയുടെ 20% എന്ന് പറയുന്നത് 3 രൂപയാണ്. ആ ഒരു 3 രൂപയാണ് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഇവിടെ എടുക്കേണ്ടത്. ബാക്കി വരുന്ന 12 രൂപ എന്ന് പറയുന്നത് വേരിയബിൾ എക്സ്പെൻസസ് ആണ് അല്ലേ? അപ്പം ഇതും ഒരു സെമി വേരിയബിൾ എക്സ്പെൻസസ് ആണ്. അപ്പം ഇത് നമുക്ക് രണ്ടും സെമി വേരിയബിളിന് കൊടുക്കാം. ഇത് വേരിയബിൾ ആയിരുന്നു, ഇത് ഫിക്സഡ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളിനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് എക്സ്പെൻസസ് ഓൾവേസ് റിമൈൻസ് ദ സെയിം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിക്സഡ് എക്സ്പെൻസസ് ഇവിടെ എപ്പോഴും സെയിം ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും പ്രൊഡക്ഷനിൽ ഇത്ര യൂണിറ്റ്സ് വ്യത്യാസം വന്നൊന്നും പറഞ്ഞിട്ട് ചേഞ്ച് ആവത്തില്ല. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് കോളം വരയ്ക്കാം. പാർട്ടിക്കുലർ 1 lakh യൂണിറ്റ്സിൻ്റെ ബേസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 40,000 ആദ്യം എഴുതുക, 1 lakh രണ്ടാമത് എഴുതുക. അതിൻ്റെ പെർ യൂണിറ്റിനും ടോട്ടലിനും സെപ്പറേറ്റ് ആയിട്ട് 2 കോളം കൂടെ കൊടുക്കുക. ഇനി എന്താ വേരിയബിൾ എക്സ്പെൻസസും ഫിക്സഡ് എക്സ്പെൻസസും സെമി വേരിയബിൾ എക്സ്പെൻസസും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കാം. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പെർ യൂണിറ്റിൻ്റെ അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ 1 lakh അല്ലേ നമുക്ക് ബേസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വേണം നമ്മൾ ആദ്യം എൻ്റർ ചെയ്യാനായിട്ട്. പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 90 രൂപയാണ്. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ അവിടെ 90 എന്ന് എഴുതാം. പെർ യൂണിറ്റിൻ്റെ കോളത്തിൽ വേണം നിങ്ങൾ എഴുതാനായിട്ട്. ടോട്ടൽ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ 90നെ 1 lakh യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുന്നത്? 90 lakh എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പെർ യൂണിറ്റ് കോസ്റ്റും ഇത് ടോട്ടൽ കോസ്റ്റും. അടുത്ത ഡയറക്റ്റ് ലേബർ നമുക്ക് അതുപോലെ എഴുതാം. ഡയറക്റ്റ് ലേബർ എത്ര രൂപ കിട്ടുന്നത്? 45. പെർ യൂണിറ്റ് ആണ് 45. ടോട്ടൽ കാണാനായിട്ട് ഈ 45നെ 1 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 45 lakh. നെക്സ്റ്റ് ഡയറക്റ്റ് വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 10 രൂപയാണ് അല്ലേ? പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 10 rupees ആണ്. പെർ യൂണിറ്റിൻ്റെ അവിടെ 10 എന്ന് എഴുതുക. 10 into 1 lakh എന്ന് പറയുന്നത് 10 lakh ആണ്. ഇനി മാനുഫാക്ചറിങ് വേരിയബിൾ ഓവർഹെഡ് 40 rupees ആണ് പെർ യൂണിറ്റ്. 40 എന്ന് എഴുതുക. 40 into 1 lakh എന്ന് പറയുന്നത് 40 lakh. നമ്മൾ വേരിയബിൾ എക്സ്പെൻസസ് നമ്മുടെ ബേസ് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഫിക്സഡ് എക്സ്പെൻസസ് നോക്കാം.
അപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസും ഇതുപോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ ബേസ് വേണം എഴുതാനായിട്ട്. ഫിക്സഡ് എക്സ്പെൻസസിനകത്ത് പ്രൊഡക്ഷൻ ഓവർഹെഡ് 5 rupees അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 5 rupees ബേസ് ആയിട്ട് പെർ യൂണിറ്റ് വരുന്നത്. പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ അവിടെ പെർ യൂണിറ്റ് 5 rupees, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും 5 rupees. ടോട്ടൽ കാണാനായിട്ട് ഈ 5നെ നമ്മുടെ യൂണിറ്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 1 lakh എന്ന് പറയുന്നത് 5 lakh. ഓക്കെ, ഇനി സെമി വേരിയബിൾ അതുപോലെ നമുക്ക് ചെയ്യാം. സെമി വേരിയബിൾ 2 items ആണ് വരുന്നത്, സെല്ലിംഗ് ഓവർഹെഡും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും. സെല്ലിംഗ് ഓവർഹെഡിനകത്ത് 10% രൂപ, 10% രൂപ ഫിക്സഡും ബാക്കി വേരിയബിളാണ് അല്ലേ. അപ്പം നമ്മൾ സെമി വേരിയബിൾ എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻ ഹെഡിങ് കൊടുക്കണം. അതിൻ്റെ താഴെ സെല്ലിംഗ് ഓവർഹെഡ് എന്നും കൂടെ കൊടുക്കുക. അതിൻ്റെ താഴെ ഫിക്സഡ് എക്സ്പെൻസസും വേരിയബിൾ എക്സ്പെൻസസിനും 2 item കൂടെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഫിക്സഡ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വരുന്നത് 10% എന്ന് പറയുന്നത് എത്ര? 1 രൂപ. ഫിക്സഡ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് വരുന്നത് 1 രൂപയാണ്. ബാക്കി എത്ര രൂപയാണ്? 10 1 പോയി കഴിഞ്ഞാൽ 9. അതാണ് നമ്മുടെ വേരിയബിൾ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നോക്കിയാലോ, 15ന്റെ 20% രൂപയാണ് ഫിക്സഡ്. 15ന്റെ 20% എന്ന് പറയുന്നത് 3 രൂപയാണ്. അതാണ് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റും. ബാക്കി 12 രൂപയാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ബേസ് ആയിട്ട് ഏതാണ് തന്നിരിക്കുന്നത്, ഏതൊരു കപ്പാസിറ്റിയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കണം. അത് വേണം ആദ്യം നിങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് സെമി വേരിയബിൾ എക്സ്പെൻസസിൻ്റെ ടോട്ടലും കൂടെ കണ്ടുപിടിക്കാം. ഫിക്സഡ് പെർ യൂണിറ്റ് 1 ആയിരുന്നു. 1 × 1 lakh എന്ന് പറയുന്നത് 1 lakh rupees. വേരിയബിൾ എന്ന് പറയുമ്പം 9 × 1 lakh 9 lakh rupees. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 3 × 1 lakh 3 lakh rupees. 12 × 1 lakh 12 lakh rupees. അടുത്ത് നമുക്ക് നമ്മുടെ 40,000 യൂണിറ്റിൻ്റെ പെർ യൂണിറ്റും അതുപോലെ തന്നെ ടോട്ടലും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് ആണ് ഫസ്റ്റ് വരുന്ന ഹെഡ്. വേരിയബിൾ എക്സ്പെൻസസ് പ്രൊഡക്ഷനിൽ എത്ര ചേഞ്ച് വരുന്നോ അതിനനുസരിച്ച് വേരിയബിൾ എക്സ്പെൻസസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വേരിയബിൾ എക്സ്പെൻസിൻ്റെ പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, പെർ യൂണിറ്റ് സെയിം ആയിരിക്കും, പക്ഷെ യൂണിറ്റ്സിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് അതിൻ്റെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലും ചേഞ്ച് ഉണ്ടാവും. ഇപ്പം 90 രൂപയാണ് നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ബേസിൽ തന്നിരിക്കുന്നത് അല്ലേ. അപ്പം 40,000 യൂണിറ്റ്സിനും ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പെർ യൂണിറ്റ് 90 രൂപയായിരിക്കും. കാരണം എന്താ, നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിലെ ചേഞ്ച് വരത്തുള്ളൂ. യൂണിറ്റ്സ് എത്ര നമ്മൾ പ്രൊഡക്ഷനിനകത്ത് വ്യത്യാസം വരുത്തുന്നു അതിനനുസരിച്ചിട്ടല്ലേ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ സെയിം ആയിട്ട് തന്നെ ഇരിക്കും. യൂണിറ്റ്സിൽ എത്രയാണോ വ്യത്യാസം വരുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു ടോട്ടൽ കോസ്റ്റിൽ വ്യത്യാസം വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ ടോട്ടൽ കാണാനായിട്ട് ഈ 90നെ 40,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് 36,000 ആണ് ടോട്ടൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ നോക്കാം. ഡയറക്റ്റ് ലേബറും പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. അതേ × 40,000 18 lakh ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ, ഡയറക്റ്റ് വേരിയബിൾ എക്സ്പെൻസസും പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, യൂണിറ്റ്സിൽ എത്രയാണോ വ്യത്യാസം വരുന്നത് അതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിലും വ്യത്യാസം വരും, പക്ഷെ പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ഡയറക്റ്റ് വേരിയബിൾ എക്സ്പെൻസസ് 10 × 40,000 4 lakh. ഈ മാനുഫാക്ചറിങ് വേരിയബിൾ ഓവർഹെഡ് 40 തന്നെയാണ് പെർ യൂണിറ്റ്. 40 × 40,000 16 lakh.
അപ്പോൾ വേരിയബിൾ എക്സ്പെൻസസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷേ ടോട്ടൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഫിക്സഡ് എക്സ്പെൻസസ് ശ്രദ്ധിക്കാം. ഫിക്സഡ് എക്സ്പെൻസസിനകത്ത് പെർ യൂണിറ്റ് കോസ്റ്റ് ഒരിക്കലും സെയിം ആവത്തില്ല. ഫിക്സഡ് എക്സ്പെൻസസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ റെൻറ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസ്. അത് നമ്മൾ പ്രൊഡക്ഷനിൽ വ്യത്യാസം വരുത്തിയെന്ന് പറഞ്ഞിട്ട് ഫിക്സഡ് എക്സ്പെൻസിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. യൂണിറ്റ്സ് മാറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഫിക്സഡ് എക്സ്പെൻസസ് ചേഞ്ച് ആവത്തില്ല. എത്ര നമ്മളിപ്പം 2000 യൂണിറ്റ്സ് ആയിക്കോട്ടെ, 100 യൂണിറ്റ്സ് ആയിക്കോട്ടെ, നമ്മൾ എത്ര കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താലും എത്ര കൂട്ടി പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ പേ ചെയ്യേണ്ട ഫിക്സഡ് എക്സ്പെൻസസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതായിരിക്കും കോൺസ്റ്റന്റ് വരുന്നത്? ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 1 lakh യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് വന്നത് 5 lakh ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ബേസ് വേണം ആദ്യം എഴുതാനായിട്ട്. ഓക്കെ, നമ്മൾ ബേസ് വേണം ആദ്യം എൻ്റർ ചെയ്യാനായിട്ട്, എന്നിട്ട് വേണം നമ്മൾ അടുത്ത കപ്പാസിറ്റി ചെയ്യാനായിട്ട്. അപ്പം ബേസ് നമ്മൾ ചെയ്തപ്പം 5 ലക്ഷം രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് കിട്ടിയത് അല്ലേ? പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ ഫിക്സഡ് കോസ്റ്റ് കിട്ടിയത് 5 ലക്ഷം രൂപയാണ്. ആ ഒരു കോസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ 40,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താലും വിറ്റാലും വരുന്ന ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും 5 ലക്ഷം രൂപയായിരുന്നു. അപ്പം ഇവിടെയും 5 ലക്ഷം രൂപ തന്നെ ആയിരിക്കും ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ പെർ യൂണിറ്റിൻ്റെ കോളം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 5 lakhനെ 40,000 കൊണ്ട് ഹരിക്കുക. 5 lakhനെ 40,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടുന്നത്? 12.5 അല്ലേ? അപ്പം 12.5 എന്ന് രണ്ടിടത്തും എഴുതാം. ഇനി സെമി വേരിയബിൾ എക്സ്പെൻസസ് എങ്ങനെ ചെയ്യാം? ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ ഇവിടെയും സെയിം ആയിരിക്കും. ഇവിടെയും ടോട്ടൽ നമുക്ക് വരുന്നത് സെല്ലിംഗ് ഓവർഹെഡിന്റെ ഫിക്സഡിനകത്ത് 1 lakh rupees ആണ് നമുക്ക് ടോട്ടൽ വരുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിനകത്ത് 3 lakh rupees ആണ് നമുക്ക് ടോട്ടൽ ഫിക്സഡ് വരുന്നത്. ഇനി ഇതിന്റെ രണ്ടിന്റെയും നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാം. പെർ യൂണിറ്റ് കാണാനായിട്ട് സെല്ലിംഗ് ഓവർഹെഡിന്റെ ഫിക്സഡ് ആയിട്ട് വരുന്ന 1 lakh rupees ഡിവൈഡഡ് ബൈ 40,000. 1 lakh ഡിവൈഡഡ് ബൈ 40,000 2.5 ആണ് വരുന്നത്. നെക്സ്റ്റ് എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലെ ഫിക്സഡ് വരുന്നത് 3 lakh rupees ആണ്. 3 lakh rupees ഡിവൈഡഡ് ബൈ 40,000 7.5. വേരിയബിൾ എക്സ്പെൻസസ് നമ്മൾ ആദ്യം ചെയ്തപ്പം പെർ യൂണിറ്റ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരുന്നു, ടോട്ടൽ കോസ്റ്റ് വേരി ആയിരുന്നു. ഫിക്സഡ് കോസ്റ്റോ ടോട്ടൽ കോസ്റ്റ് സെയിം ആയിരുന്നു, പെർ യൂണിറ്റ് കോസ്റ്റ് വേരി ആയിരുന്നു. അപ്പോൾ ഇവിടെ സെമി വേരിയബിൾ ചെയ്യുമ്പോഴും വേരിയബിൾ എക്സ്പെൻസസിന്റെ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് നമ്മൾ അതേ ഇൻറ്റു എത്ര യൂണിറ്റ്സ് ആണോ കപ്പാസിറ്റി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9 into 40,000 ചെയ്യുമ്പം നമുക്ക് 3,60,000 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 12 into 40,000 4,80,000. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പെർ യൂണിറ്റിൻ്റെ ആണെങ്കിലും ശരി ടോട്ടലിൻ്റെ ആണെങ്കിലും ശരി രണ്ട് കപ്പാസിറ്റിയിലും ടോട്ടൽ എത്ര വരുന്നതെന്ന് നോക്കാം. അപ്പോൾ 40,000 യൂണിറ്റിൻ്റെ കേസിൽ പെർ യൂണിറ്റ് കോസ്റ്റ് വരുന്നത് 241 rupees ടോട്ടൽ കോസ്റ്റ് 96,40,000 rupees ആണ്. അതുപോലെ തന്നെ 1 lakh യൂണിറ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 220 rupees ടോട്ടൽ കോസ്റ്റ് 2,20 lakh rupees ആണ്. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.